നമ്മൾ കണ്ണൂർ പയ്യന്നൂരിലേക്കാണ് പോകുന്നത്. ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഏറ്റുകുടുക്കയിലെ ലൂർദ് മാതാ പള്ളിയിലാണ് സംസ്കാരം. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, സംസ്കാര ചടങ്ങിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു, വിവരങ്ങൾ. അനുജ, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചിട്ടുണ്ട്. ഇന്നലെ ആത്മഹത്യ ചെയ്ത അനീഷ് ജോർജിന്റെ മൃതദേഹം ഏറ്റുകുടുക്കയിലെ ലൂർദ് മാതാ മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കരിക്കുന്നത്. ഇപ്പോൾ സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് 3:30 വീട്ടിലെ പൊതുദർശനം അവസാനിപ്പിച്ച ലൂർദ് മാതാ പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം അരമണിക്കൂറോളം സമയം അവിടെ പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടുത്തെ സെമിത്തേരിയിൽ നടക്കുന്നത്. അത് അവസാന ഘട്ടത്തിലാണ്, അത് അവസാനിച്ചിട്ടുണ്ട്. ഇത് രാവിലെ മുതൽ തന്നെ ഈ പൊതുദർശന സ്ഥലത്തേക്ക് നിരവധി ആളുകളാണ്, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. BLO കൂട്ടായ്മയിലെ ഉൾപ്പെടെ ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അവിടേക്ക് എത്തിച്ചേരുന്നു. ഈ ഏറ്റുകുടുക്കയിൽ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജ് ജോലി സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ഇപ്പോഴും ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു. 1065 എന്യൂമറേഷൻ ഫോമുകളാണ് ഈ അനീഷ് ജോർജിനെ ഏൽപ്പിച്ചിരുന്നത്. ഇതിൽ അവസാന ഘട്ടത്തിലായിരുന്നു. 78% ജോലികൾ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ മേലുദ്യോഗസ്ഥർ വീണ്ടും അനീഷ് ജോർജിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് ഈ ആത്മഹത്യക്ക് പിറകിലെന്ന് കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നുണ്ട്. കളക്ടർ നൽകിയ റിപ്പോർട്ടുകൾ പാടെ തള്ളിക്കളഞ്ഞാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വലിയൊരു ദുഃഖമാണ്, വലിയ കണ്ണീരാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ഏറ്റുകുടുക്കയിലെ ഈ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അനീഷ് ജോർജ്. അനീഷ് ജോർജാണ് ഈ ഒരു ജോലി സമ്മർദ്ദം ചൂണ്ടിക്കാട്ടി ആത്മഹത്യ ചെയ്തത്. രാഷ്ട്രീയമായും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും നിരന്തരമായി സമ്മർദ്ദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചിട്ടുണ്ട്. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജ്, അനീഷിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഏറ്റുകുടുക്ക ലൂർദ് മാതാ പള്ളിയിലാണ് സംസ്കാരം നടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.